ഗായത്രി ദേവി എൻ്റെ അമ്മ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഭിഷേകിനെ കാത്തു നിൽക്കാണ് കേട്ടോ ദേവ്. എത്രയും പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവനോട് സംസാരിക്കണം. അങ്ങനെ അമ്മമ്മ വരുന്നുണ്ട്. ദേവു, നിന്നെ അച്ഛൻ വിളിക്കുന്നുണ്ട്, നീ എന്താണ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. എനിക്ക് അവനെ കണ്ടിട്ട് സംസാരിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ദേവരാജനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇന്ന് ശരിയാക്കും, നീ അവിടേക്ക് വായോ, എന്നിട്ട് ഭക്ഷണം കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് ദേവുവിനെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അമ്മാമ്മ. എന്താ ദേവു നീ ഭക്ഷണം കഴിക്കാൻ വരാത്തത്? ഞാൻ അഭിഷേകിനെ കാത്തു നിൽക്കുമായിരുന്നു. ഓ, അവനെ കാത്തിട്ടോ? അവനാണെങ്കിലോ ഇന്ന് ഇത്തിരി വഴുകുമെന്ന് എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് കഴിക്കാം അമ്മായി, അവനുള്ള ഭക്ഷണം അങ്ങോട്ട് മാറ്റി വെച്ചേക്കെന്ന് പറയുന്നുണ്ട്. അച്ഛൻ അവനെ എപ്പോഴും ഇങ്ങനെ ഊട്ടിക്കോ? അച്ഛൻ്റെ മോൻ അവനാണോ അതോ ഞാനാണോ എന്നാണ് എനിക്ക് സംശയം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും അച്ഛൻ അവനെയാണ് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറ്, എന്നെ ഇതുവരെ നോക്കാറില്ല. അച്ഛനൊരു കാര്യം മനസ്സിലാക്കിക്കോ, പാമ്പിനെയാണ് പാലൂട്ടി ഇവിടെ വളർത്തിയിരിക്കുന്നത്, അത് ഒരിക്കൽ തിരിഞ്ഞു കൊത്തും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവരാജ മാഷ്ക്ക് എന്തോ പോലെ ആവുന്നുണ്ട്. അതിനുശേഷം അഭിഷേകിനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ ദേവരാജ മാഷ് അവിടെ കിടന്നിട്ട് അഭിഷേകിനെ കാത്തു നിൽക്കുന്നുണ്ട് ഫ്രണ്ട്. അങ്ങനെ അഭിഷേക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മാഷ് ഇതുവരെ കിടന്നില്ലേ? എനിക്ക് ഉറക്കം വന്നില്ല. നീ എന്താ ഇത്ര ലേറ്റ് ആയിട്ടല്ലേ വന്നത്? അതുകൊണ്ടായിരിക്കാം, മാഷ്ക്ക് കിടക്കാമായിരുന്നു. അതിനുശേഷം തന്നെ അഭിഷേക് കാലൊക്കെ കഴുകി അകത്തേക്ക് കയറുന്നുണ്ട്. എന്നിട്ട് സോഫയിൽ പോയിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മാഷിന് കാണുമ്പോൾ നല്ല വിഷമം തോന്നുന്നുണ്ട്. എന്താ മോനെ, നിനക്ക് എന്താ പറ്റി? ഇതിന് മാത്രം ടയേർഡായിട്ട് നീ ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിൻ്റെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതും നീ നോക്കണം എന്ന് പറയുന്നുണ്ട്. അതൊന്നും അല്ല, കുഴപ്പമില്ല മാഷേ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ജോലി ചെയ്യാനും എനിക്ക് യാതൊരു തരം മടിയുമില്ല. പക്ഷേ എൻ്റെ അമ്മയെ കണ്ടെത്താനായിട്ട് പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, സെൽവരാജൻ പറഞ്ഞ് ബാംഗ്ലൂരിൽ പഠിച്ച സമയത്ത് എനിക്കറിയുന്ന ഒരാളുണ്ടായിരുന്നു സെൽവരാജൻ. അവൻ വിളിച്ചിട്ട് അവിടെ എവിടെയോ അച്ഛനെ പോലെയുള്ള ഒരാളെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അയാളല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ കോൾ വന്നതോടുകൂടി എനിക്ക് വളരെയധികം വിഷമമായി മാഷേ എന്ന് പറയുന്നുണ്ട്. മോൻ വിഷമിക്കേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ അമ്മയെ കാണാനായിട്ട് മോന് പറ്റുമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തെങ്കിലും ഒരിക്കൽ അമ്മ വന്നിട്ട് സന്തോഷത്തോടു കൂടി അബിയെ എന്ന് വിളിച്ചിട്ട് എനിക്കൊരു സർപ്രൈസ് തരാനായിരിക്കും അമ്മ ഉദ്ദേശിക്കുന്നുണ്ടാവുക. മോൻ പോയിട്ട് നന്നായിട്ടൊന്ന് ഫ്രഷ് ആയതിനു ശേഷം ഭക്ഷണമൊക്കെ കഴിക്കി. അമ്മമ്മ അത് ആ ടേബിളിൽ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ അഭിഷേക് ദേവരാജ മാഷ അഭിഷേകിനോട് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ശരി മാഷേ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അകത്തേക്ക് പോകുന്നുണ്ട്. അകത്തേക്ക് പോയതിന് ശേഷം ഗായത്രി ദേവിയുടെ ഫോട്ടോ നോക്കിയിട്ട് അമ്മ എവിടെയാണ്, എത്രയും പെട്ടെന്ന് വായു, അമ്മയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അഭിഷേക് ഡൈനിങ് ടേബിളിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുകയാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് ദേവുവിനെ നോക്കുന്നുണ്ട്, അവിടെ ഒന്നും കാണാനില്ല. എന്നിട്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്നെ അമ്മാമ്മയും അതുപോലെ തന്നെ ദേവും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവനെന്നൊരു ശരിയാക്കി തരാമെന്ന് പറഞ്ഞതിന് ശേഷമാണ് വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മാമ്മ നിനക്ക് നാണമുണ്ടല്ലോ, ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് എൻ്റെ കുട്ടിയെ വെറുതെ ഈ വഴക്ക് പറയാനായിട്ടാണല്ലേ കമ്പനിയിലേക്ക് ചെന്നപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മമ്മയ്ക്ക് കാര്യം മനസ്സിലാവാഞ്ഞിട്ടാണ്. എന്ത് കാര്യമാടാ നിനക്ക് മനസ്സിലാവാത്തത്? നിന്നോട് കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഉറക്കം ഉളച്ച് കാത്തിരുന്നത്. നീ എന്താ അവിടെ എന്നെ വഴക്ക് പറയാനായിട്ട് നിൽക്കുകയല്ലേ ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട്. നീ ഒന്ന് മനസ്സിലാക്കിക്കോ, നീ ഇവിടെ വളർന്നിട്ടുള്ളൊരു കുട്ടിയാണ്. കാരണം എൻ്റെ അടിമയെ പോലെ വളർന്നിട്ടുള്ളവനാണ്. നീ എന്നെ ഭരിക്കാനായിട്ട് ഒരിക്കലും വരണ്ട എന്നൊക്കെ പറയുമ്പോഴത്തേനും അവിടേക്ക് ദേവരാജ മാഷ് വരുന്നുണ്ട് കേട്ടോ. എന്താണ് ഇവിടെ പ്രശ്നം? നിങ്ങൾക്കത് ഇതുവരെ ഉറങ്ങാനായിട്ടില്ലേ? ഞാൻ ഉറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണോ അഭിഷേകിനെ ചീത്ത പറയാൻ? നിങ്ങൾക്ക് നാണാവില്ലേ എന്നൊക്കെ അമ്മായിനോട് പറയുന്നുണ്ട്. ദേവരാജ നീ എന്ന് മനസ്സിലാക്കിയിട്ടില്ല, ഞാനൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അഭിഷേക് നീ ഭക്ഷണം കഴിക്കടാ എന്ന് പറയുന്നുണ്ട്. ഞാൻ കഴിച്ചു കഴിഞ്ഞു മാഷേ. നീ കഴിച്ചിട്ടില്ല എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഇവരുടെ വർത്തമാനം കേട്ട് നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇവരിങ്ങനെ ചലച്ചുകൊണ്ടേയിരിക്കും, നീ അതിനൊന്നും മൈൻഡ് ചെയ്യുന്ന വേണ്ട. മോൻ പോയിട്ട് നന്നായി ഭക്ഷണം കഴിച്ചിട്ട് ഇവിടുന്ന് എണീറ്റാൽ മതി. ഇത് ഞാനാണ് പറയുന്നത്. നിങ്ങൾക്ക് പോയി കിടക്കാനായില്ലേ, പോയി കിടന്നൂടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അമ്മായിയും അതുപോലെ തന്നെ ദേവും പോയി കിടക്കുന്നുണ്ട് കേട്ടോ, കിടക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ അഭിഷേക് വീണ്ടും ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതിനുശേഷം മാഷിൻ്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ്റെ മോള് ഞാനല്ലേ, എന്നിട്ട് എന്തിനാണ് ആ തെണ്ടി ചെക്കനെ എപ്പോഴും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുകയാണ്. എടി അവൻ നല്ല മിടുക്കനാണ്, ഇത്രയും നല്ലൊരു മകനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. അവൻ അച്ഛൻ്റെ മകനല്ല, പിന്നെ എന്തിനാണ് ഇങ്ങനെ സ്നേഹിക്കുന്നത്? എനിക്ക് നീയും അതുപോലെ തന്നെ അഭിഷേകും ഒരുപോലെയാണ്. അപ്പോൾ അവിടേക്ക് അമ്മാമ്മ വരുന്നുണ്ട്. നിന്റെ മകളെ, നീ സ്വന്തം
നിൻ്റെ സ്വന്തം രക്തത്തിൽ പിറന്ന മകളാണ് ഇവളെയാണ് നീ സ്നേഹിക്കേണ്ടത്, അല്ലാതെ ഇവിടുന്ന് വലിഞ്ഞു കയറിയവനെയല്ല നീ സ്നേഹിക്കേണ്ടത്. എൻ്റെ പൊന്ന അമ്മായി, അവനെപ്പോലൊരു മകനെ കിട്ടാൻ ഏതൊരു അച്ഛനും ഭാഗ്യം ചെയ്യണം, എന്തുകൊണ്ടും നല്ലവനാണ് അവൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ അവനെ മകനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അവനെ കൊണ്ട് കെട്ടിക്കും, അങ്ങനെയാകുമ്പോൾ എനിക്ക് മകനായിട്ടും മരുമകനായിട്ടും ഒക്കെ അവനെ കാണാൻ പറ്റില്ലോ എന്ന് പറയുമ്പോൾ ദൈവം ഞെട്ടിത്തരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒരിക്കലും ഞാനത് ചെയ്യില്ല, വേറൊന്നല്ല, ആ പാവത്തിൻ്റെ ഭാവി ഇവൾ കാരണം തൊലയ്ക്കും, അതുകൊണ്ട് ഇവളെയും കൊണ്ട് അവനെ ഞാൻ കെട്ടിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് വീണ്ടും അകത്തേക്ക് പോവാട്ടോ ദേവ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ അമ്മായിനോട് പറയുന്നുണ്ട്, നമ്മുടെ ദേവിനെ കേട്ടാൻ നല്ല രീതിയിലുള്ള പയ്യന്മാരൊന്നും വരില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് അവിടെ ദേവു. അതിനുശേഷം അഭിഷേക് വീണ്ടും ജോലി ചെയ്യണം. അപ്പോൾ ദേവരാജ മാഷ് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്, മോനെ കിടക്കാനായില്ലേ നിനക്ക്, ഇപ്പോഴും ഡ്യൂട്ടിയിലാണോ? നാളെ സൺഡേ അല്ലേ, നാളെ ചെയ്യാലോ, ഇന്ന് ഈ വർക്ക് തീർത്താൽ നാളെയും വേറൊരു വർക്കുണ്ട് സാർ, അത് ചെയ്യാലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടോ, നിനക്ക് കാപ്പി വല്ലതും വേണോ, ഞാൻ ഉണ്ടാക്കി ഫ്ലാസ്കിലാക്കി വെക്കാം, ഞാൻ ഇവിടെ കുടിവെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട്, എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, മാഷ് പോയി കിടന്നോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് വിളിക്കാൻ മടിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് ദേവു അതെല്ലാം തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദേവു മാഷിങ്ങോട്ട് തിരിഞ്ഞ സമയത്ത് തന്നെ അവിടെ നിന്ന് ഓടുന്നുണ്ട്. എന്തായാലും അഭിഷേക് ചെയ്യുന്ന വർക്ക് ഹാർഡ് ഡിസ്കിലാക്കി വെക്കുന്ന എല്ലാം തന്നെ മോഷ്ടിക്കാനുള്ള പരിപാടിയാണ് ദേവ് ചെയ്യുന്നത്. അതിനുശേഷം ദേവ് അകത്തേക്ക് പോകുന്നുണ്ട്, കുറേ നേരം ആലോചിക്കുന്നുണ്ട്. അമ്മാമ്മ ഉറങ്ങിയതിന് ശേഷം, അതുപോലെ അഭിഷേക് ഉറങ്ങിയതിന് ശേഷം പതുക്കെ അഭിഷേകിൻ്റെ റൂമിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഹാർഡ് ഡിസ്ക് എടുത്തതിന് ശേഷം പതുക്കെ എടുത്തുകൊണ്ട് തൻ്റെ റൂമിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അഭിഷേക് നല്ല ഉറക്കത്തിലാണ്. വീട്ടിൽ പിന്നീട് അമ്മമ്മയാണെങ്കിലോ പുതപ്പിടാൻ നോക്കുമ്പോഴത്തേനും ദേവുവിനെ അവിടെ കാണാനായിട്ട് പറ്റുന്നില്ല. ഇവൾ എവിടേക്കാണ് പോയത് എന്നിങ്ങനെ നോക്കുമ്പോഴത്തേനും ദേവു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് എന്താ മോളെ കയ്യിലെന്താ, നീ എങ്ങോട്ടാണ് പോയത്? ഞാൻ അഭിഷേകിൻ്റെ റൂം വരെ പോയതാണ്. ഇതെന്താ, ഇത് ഹാർഡ് ഡിസ്ക്കാണ്, അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ഇതിലാണ്, ഇത് അവന് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, അവൻ്റെ ജോലി വരെ തെറിക്കും ഇത് അവന് കിട്ടിയില്ലെങ്കിൽ. പക്ഷേ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്താ ദേവരാജനോട് പറയും, ദേവരാജൻ നിന്നെ വകവരുത്തും. അതിനമ്മമ്മേ ഇത് ഞാൻ ഇപ്പോൾ തന്നെ തിരിച്ചു വയ്ക്കാം, പക്ഷേ ഇതിനകത്തുള്ള കാര്യങ്ങളൊന്നും അവന് കിട്ടില്ല ഇനി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ വേണോ ദേവു, നിൻ്റെ കാര്യം അതോ ഗതിയിലാവും കേട്ടോ എന്ന് പറയുന്നുണ്ട്. അതൊന്നും സാരമില്ല അമ്മമ്മ എപ്പോഴും ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട, എത്രയും പെട്ടെന്ന് അവൻ്റെ ജോലി വരെ ഞാൻ തെറിപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം കമ്പ്യൂട്ടറിനകത്തിട്ടിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും തൻ്റെ സിസ്റ്റത്തിലേക്ക് ആക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ദേവു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഭിഷേകിൻ ജോലി എങ്ങനെയെങ്കിലും നഷ്ടപ്പെടണം, അവൻ്റെ അഹങ്കാരം എത്രയും പെട്ടെന്ന് തന്നെ നിൽക്കണം. അതുകൊണ്ട് തന്നെ അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുണ്ടാകുന്ന ഇതെല്ലാം തന്നെ അവന് പേരും പ്രസക്തിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് എത്രയും പെട്ടെന്ന് തന്നിലേക്ക് തന്നെ വരണം, എത്രയും പെട്ടെന്ന് അവൻ്റെ ജോലി ആ കമ്പനിയിൽ നിന്ന് തെറിക്കണം. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ദേവു അങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തായാലും വളരെ ക്രൂരമായിട്ടുള്ള രീതിയിലാണ് ദേവു അങ്ങനെ രീതിയിലൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളൊക്കെ കഴിയുന്നത്. നാളത്തെ നല്ലൊരു എപ്പിസോഡിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം.